പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ട് നല്ലൊരു വില്ലയിലാണ് വന്നുള്ളത്. പെരുമ്പാവൂർ എറണാകുളം ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് 200 മീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ താഴെയാണ് വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, അവിടേക്ക് ജസ്റ്റ് 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെയായിട്ട് 4 സെൻറ്റും 1470 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഭംഗിയുള്ളൊരു എലിവേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബോക്സ് ഡിസൈനാണ് ഫുള്ള് വന്നുള്ളത്. ആ വിൻഡോസൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ടെക്സ്റ്റ് വർക്കുകളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഭംഗിയുള്ളൊരു എലിവേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മതിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 പില്ലറിൽ ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി വഴിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പോകുന്ന രീതിയിൽ വഴി കൊടുത്തിട്ടുണ്ട്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും ആണ് വന്നുള്ളത്. അങ്ങനെ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ കോമ്പൗണ്ടിനകത്താണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് പാകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. പോർച്ച് ചെയ്തിട്ടില്ല. പോർച്ച് കസ്റ്റമൈസ് ചെയ്യാനാണ് പ്ലാൻ. നിങ്ങളുടെ ഐഡിയയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പോർച്ച് ബിൽഡർ ചെയ്തു തരുന്നതാണ്. ഇത് വെസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നോർത്ത് ഭാഗത്തേക്ക് വരാം. ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നടാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 വാട്ടർ പോയിന്റ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും വാട്ടർ സോഴ്സ് വരുന്നത് നാച്ചുറൽ വെൽ വാട്ടർ വരുന്നുണ്ട്. അത് കോമൺ വെല്ലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മോട്ടർ വെള്ളത്തിനകത്ത് കിടക്കുകയാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ട് ഒരു വാട്ടർ സോഴ്സ് വേറെയും വന്നിട്ടുണ്ട്. അത് KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ് മേലേക്ക്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട്, വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതും പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നല്ല ഡിസൈൻ കൊടുത്തിട്ട് നല്ല മരത്തിൽ തീർത്ത ഡോറ് കൊടുത്തിട്ടുണ്ട്. ടീക്കൂഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ് വന്നിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. നല്ല ലെങ്ത്തിൽ നമുക്ക് സോഫ സെറ്റീസ് ഇടാൻ പറ്റും. നല്ലൊരു ടീപ്പോ എടുക്കാൻ പറ്റും. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. അവിടെയും 3 പാളി ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചേർന്നത്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് ടി യൂണിറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ഒരു TV ഹാങ് ചെയ്യാവുന്നതാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോവാം. ഡൈനിങ് കാണേണ്ടത് തന്നെയാണ്. നല്ല വലിപ്പമുണ്ട് ഡൈനിങ് സ്പേസിന്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റെയർ പോകുന്ന വഴിക്കൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് ഡൈനിങ് ടേബിൾ കൊടുക്കാൻ പറ്റും. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. CNC കട്ടിങ് ആയി കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വാഷ് ഏരിയയിലേക്ക് ഒന്ന് വരാം. ഇങ്ങനെ ഡൈനിങ് ഏരിയയിൽ നിന്നും മാറിയിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വുഡിൻ്റെ ടെക്സ്റ്റ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭംഗിയായിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഓപ്പൺ കിച്ചനാണ് എന്നുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മേലെ ഫാൻസി ലൈറ്റുകളായി കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പെരുമാറാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡും ഇത് ഈസ്റ്റ് സൈഡും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അടുക്കള വന്നുള്ളത്. നല്ല സ്ക്വയർ സിങ്ക് വന്നിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം നോർത്ത് സൈഡാന്ന് പറഞ്ഞാൽ അവിടെ 3 പാളി വലിയ ജനലും വന്നിട്ടുണ്ട്. അപ്പോൾ താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണ്. എല്ലാം ഒരേ ടൈല്, മാറ്റ് ടൈല് തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. 4x2 മാറ്റ് ടൈലാണ് എന്നുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ. അത് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് മെഷ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്ക് എന്ന് പറയാൻ പറ്റില്ല, അത് വാർത്ത് ചെയ്തിരിക്കുന്നതാണ്. താഴെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് വെള്ളം പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റിങ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകിയ പാത്രങ്ങൾ വെള്ളം തോരാനായിട്ട് ഇവിടെ വയ്ക്കുകയും ചെയ്യാൻ പറ്റും. അത് നാച്ചുറലായിട്ട് വെള്ളം ഒഴുകി പോവുകയും ചെയ്യും. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 സൈഡിലും തുറക്കാവുന്ന രീതിയിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് തുറന്ന് ബാക്ക് വശത്തേക്ക് വരാം. ഈ ഭാഗത്തു നിന്ന് തുറക്കാം. 2 സൈഡ് ഡോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നമുക്ക് ലോക്ക് ചെയ്ത് പോകാനും പറ്റും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലേക്കാണ് വരുന്നത്.
അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വന്നിട്ടുണ്ട്, 11 അടി വീതി വന്നിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഭംഗിയായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മിററൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു വാൾ ക്ലോക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ അകത്തേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്, ലൈറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ വന്നിരിക്കുന്നത് ജാഗ്വർ ആണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസെറ്റ് സെറേഡ വന്നിട്ടുണ്ട്, ടവൽ റാഡ് വന്നിട്ടുണ്ട്, ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഡിഫറെന്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ മാറ്റ് ആണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പോൾ നല്ലൊരു PVC ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി അപ്സ്റ്റെയറിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. നേരെ മേലേക്ക് കയറാം. നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറ് വശമാണ്. ഇത് സൗത്ത് സൈഡാണ്, 3 പാളി ജനൽ. ഇത് വെസ്റ്റ് സൈഡാണ്, അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടിയാണ്. വീതി വരുന്നത് 12 അടിയോളം വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടി സെറ്റ് ചെയ്യാവുന്നതാണ്. അത്രയും സ്പേസ് ഉണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസും വന്നിട്ടുണ്ട്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി മാറ്റ് തന്നെയാണ്. ഫൈബർ ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. മേലെ ഇതിന് 2 ബെഡ്റൂമും താഴെ ഇതിന് 1 ബെഡ്റൂമുമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം, 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്, കബോർഡും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. എല്ലാ ബാത്റൂമിലും ഹീറ്റിന്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഡോറും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡോറുകളും മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നുള്ളത്. ഇപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. പിന്നെ മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വീതിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് വരാം. നമ്മളിപ്പോൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഈ ബാൽക്കണിയിലേക്ക് പോകുന്ന എൻട്രൻസിന് സൈഡിലായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ് തന്നെയാണ് വന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാൻ സൈഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് നല്ലൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെന്റ് ഭൂമിയിൽ 1470 സ്ക്വയർ ഫീറ്റ് ആണ്. 3 BHK ആണ്. മാത്രമല്ല നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതിന് എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.